നമ്മുടെ കയ്യിലൊക്കെ കുറച്ച് എന്തെങ്കിലും ഫണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ബാങ്കുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ആ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് മന്ത്ലി അതിന്റെ ഇൻട്രസ്റ്റ് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഇന്ത്യയിൽ പണ്ട് മുതലേ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ ഈ പറയുന്ന ഒരു 90s അവസാന കാലത്ത് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ ഇതേപോലത്തെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ഇൻട്രസ്റ്റ് തന്നിട്ട് പറയുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ ഞങ്ങൾ ഒരുപാട് ഇൻട്രസ്റ്റ് തരാം എന്ന് പറയുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ഇതേപോലത്തെ ചെറിയ ചെറിയ ഫിനാൻഷ്യൽ കമ്പനീസ് ഓപ്പൺ ആയി. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് കൊൽക്കട്ടയിൽ 90s അവസാനത്തിൽ ഇതേപോലെ സ്ഥാപനം ആരംഭിച്ചത്, സഞ്ജയിനി. ഈ സഞ്ജയിനി എന്ന് പറയുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും അവർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊൻസി സ്കീം, അതായത് അത് യഥാർത്ഥത്തിൽ അത് തട്ടിപ്പ് ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന കുറെ ആളുകൾ ഇവരുടെ ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. വലിയ എമൗണ്ട് ഒക്കെ ഡെപ്പോസിറ്റ് 25 മുതൽ 30% വരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരാന്ന് പറയുമ്പോഴത്തേക്കും ഡെഫിനറ്റ് ആയിട്ട് ആളുകൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം കുറെ ആളുകൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് റിട്ടേൺ ചോദിക്കുമ്പോഴത്തേക്ക് അവരെന്താ ചെയ്യുന്നത്, പുതിയതായിട്ട് ഇൻവെസ്റ്റർ കണ്ടെത്തിയിട്ട് അവരിൽ നിന്ന് കാശ് വാങ്ങിയതിനു ശേഷമായിരിക്കും ഈ നേരത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് കാശ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ പുതിയ ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, പൈസ കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ പൈസ കൊടുക്കാതിരിക്കുന്ന സമയത്താണ് ഇത് ഈ പറയുന്ന സ്ഥാപനം കൃത്യമായിട്ടല്ല നടക്കുന്നതെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷെ കൃത്യമായിട്ട് സമയത്ത് അല്ലെങ്കിൽ കൃത്യസമയങ്ങളിൽ ഇവർക്ക് പുതിയ ഇൻവെസ്റ്റേഴ്സിന് കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഇവർ ഉദ്ദേശിച്ച രീതിയിൽ ഇവരുടെ ഈ പറയുന്ന പ്ലാൻ വർക്കൗട്ട് ആയില്ല. ആ പ്ലാൻ വർക്കൗട്ട് ആവാതെ വന്നപ്പോഴത്തേക്കും പല ആളുകളും, അതായത് ഇൻവെസ്റ്റേഴ്സ് നടത്തി കഴിഞ്ഞ ഒരുപാട് ആളുകളും ഇവരുടെ അടുത്ത് പൈസ റിട്ടേൺ ചോദിക്കുന്ന സമയത്ത് ഇവർ കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റാതായി. അപ്പൊ ഇവർക്കെതിരെ ഒരുപാട് കംപ്ലൈന്റുകൾ വന്നു. ആർ ബി ഐ പോലും ഇവരുടെ അടുത്ത് പോലും ഇവരുടെ കുറിച്ചുള്ള കംപ്ലൈന്റ്സ് എത്തി.